ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കൂന്തൽ റോസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ ഉണ്ടാക്കാൻ രീതിയിൽ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. എല്ലാവർക്കും ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ വെളിച്ചെണ്ണ താല്പര്യം കേട്ടോ, അതാണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 സവോള എടുത്തിട്ടുണ്ടായിരുന്നേ, വലിയ സവോളയാണ്, 3 എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് കടുക് വേണമെങ്കിൽ കടുക് പൊട്ടിക്കാം കേട്ടോ. ഞാൻ കടുക് ഇട്ടിട്ടില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കടുക് അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് ശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് എടുക്കുക. ഉപ്പിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ കുറച്ച് കുക്കർ സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഉള്ളുണ്ട് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഓഫർ ഉണ്ടായിരുന്നു, നോക്കിയിട്ട് മേടിച്ചാൽ മതി കേട്ടോ. നല്ലൊരു പാനാട്ടാ, നല്ലൊരു ഗ്രാനൈറ്റ് ടൈപ്പ് ഉണ്ടാവില്ലേ, ആ പാനാട്ടാ. ഹാൻഡിൽ നന്നായിട്ടുണ്ട്, ഹാൻഡിൽ ചൂടാവണമെന്നില്ല കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് ഒരു 3 വെളുത്തുള്ളിയും പിന്നെ ഒരു 4 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിട്ട് അതെല്ലാം കൂടിയിട്ട് ചതച്ചിട്ട് എടുക്കുക. അതിനുശേഷം ഇത് ഒന്ന് വാടി വരണം കേട്ടോ. ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവില്ലേ, അങ്ങനെ ആവണം കേട്ടോ. ആ സമയത്ത് മാത്രം നമുക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ വേറെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അത് കാരണം കൊണ്ടാണ് ചതച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടോ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. പിന്നെ അതേപോലത്തെ നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക എങ്ങനെയുണ്ടെന്ന്. കണ്ടിട്ട് കേട്ടിട്ട് അഭിപ്രായം പറയാതെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി ഉണ്ടാവില്ലേ, അതെടുക്കാം കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവുള്ളൂ, അത് നോക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കറിക്കായാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നല്ലൊരു അത് കിട്ടും. നമ്മളിതിൽ തന്നെ നല്ല പഴുത്തതില്ലാതെ സാധാരണ ഒരു തക്കാളി ഉണ്ടാക്കിയിട്ട് തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയാലും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഉണ്ടാക്കുമ്പോൾ ഒരു നല്ലൊരു പഴുത്ത തക്കാളിയും പിന്നെ 3 സവോള എടുക്കുമ്പോൾ അതിൻ്റെ അളവ് പറഞ്ഞു കൊടുക്കുകയാണത് ആ സവോളയുടെ ഇത് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. കുരുമുളക് ഇല്ലെങ്കിൽ ചില്ലി പൗഡർ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി
1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കട്ടോ. പൊടികളൊന്നും നമ്മൾ പുറത്ത് മേടിച്ചിട്ടില്ല, ഒക്കെ വീട്ടിൽ പൊടിച്ചെടുത്ത് പൊടികളുണ്ടോ. മല്ലിപ്പൊടി വീട്ടിൽ വന്നുണ്ട്, അച്ഛനെ കൊണ്ടുപോകാൻ കൊടുത്തയക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ അത് അച്ഛനും മല്ലിപ്പൊടിയോ മുളക് പൊടിയോ എല്ലാ സാധനങ്ങളും അയക്കാറുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒന്ന് കുക്കായ ശേഷം ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. കൂന്തലൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ കൂന്തൽ വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓൺ ആക്കണേ ഈ സമയത്ത്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് കിട്ടും കേട്ടോ. ബ്രൗൺ ആയിട്ടുണ്ടാവില്ലേ, കിസ് ബ്രൗൺ, അങ്ങനെ ആയിട്ട് കിട്ടും. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. കണ്ട ഞാനൊരു 5 മിനിറ്റ് ശേഷം നോക്കിയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുന്നിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മൂടി മാറ്റിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണേ. ഒരു 2 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് മൂടി മാറ്റാം. കണ്ട ചെറുതായിട്ട് ലൈറ്റായിട്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവ് കുറവുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കണ്ട, കുരുമുളക് ചേർക്കുക, കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ കുറച്ച് സമയം എടുക്കും, ഇത്രയല്ലോ. നമ്മൾ ആ സവോല നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തുള്ളൂ, അടിപൊളിയായിട്ട് ഇട്ടിട്ട് കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ എടുത്തിട്ടുണ്ടേ. വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മറ്റേ ഇത് ചേർക്കാം കേട്ടോ, നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവേ, ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. കണ്ട, നമ്മൾ അടിപൊളി കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. കണ്ട, താങ്ക് യു.